ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോണത് ഒരു സ്ട്രൈറ്റ് പാൻറ്റ് എങ്ങനെ സ്റ്റിച്ച് ചെയ്ത് തയ്ക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് കാണിക്കുന്നത് കേട്ടോ. കട്ടിങ് സ്റ്റിച്ചിങ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലെങ്ത്ത് 38 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. 2 ഇഞ്ച് 2.5 ഇഞ്ച് നമുക്ക് എലാസ്റ്റിക് വയ്ക്കുന്ന ഭാഗം ഇതിനുള്ള അളവ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിനൊരു വര വരയ്ക്കുക. അതിൻ്റെ ഹിപ്പ് വണ്ണം എന്ന് പറയുന്നത് 40 ഇഞ്ചാണ്. അതിൽ നാലിലൊരു വശം 10 ഇഞ്ച്. ആ 10 ഇഞ്ചിലൂടെ അടയാളപ്പെടുത്തിയതിന് ശേഷം പിന്നെ 2 ഇഞ്ച് ലൂസ് കൊടുക്കുക കേട്ടോ. പിന്നെ 1 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പും. അങ്ങനെ ആണ് അളവെടുത്തിരിക്കുന്നത്. അപ്പോൾ 4ആയി മടക്കിയിട്ടിട്ടാണ് നമ്മൾ അളവെടുത്തിരിക്കുന്നത്. ഞാൻ വെട്ടി വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി കാണിച്ചു തരികയാണ്. പിന്നെ അതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 14 ഇഞ്ചാണ് കേട്ടോ. നമ്മൾ നോർമൽ ഒരു ഇതിന് എല്ലാവർക്കും 14 ഇഞ്ച് എടുത്താൽ മതി. നമ്മൾ വേസ്റ്റിൽ നിന്ന് താഴെ വരേക്കുള്ള അളവാണിത്. 14 ഇഞ്ച്. എന്നിട്ട് അതിനൊരു സ്ക്വയറായിട്ട് 4 പുറം വരച്ച് വെക്കുക കേട്ടോ. വരച്ച് വെച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ ലൂസ് ഇരിക്കുന്നതിൻ്റെ അവിടെ ലൂസ് വരാൻ വേണ്ടിയിട്ട് ഒരു 2 ഇഞ്ച് നമ്മളവിടെ അധികം കൊടുക്കുക. എന്നിട്ട് ഒന്ന് വളച്ച് ആ ഒരു ലൈന് വരച്ച് കൊടുക്കുക കേട്ടോ. നമ്മൾ ബാക്ക് വശത്തേക്ക് 1 ഇഞ്ച് അധികം കൊടുക്കുന്നുണ്ട്. നമുക്കൊന്നും കൂടി സീറ്റുള്ള ആൾക്കാർക്കൊക്കെ ആണെച്ചാൽ നമുക്കൊന്നും കൂടി ഇത്തിരി ലൂസ് കിടക്കാൻ വേണ്ടിയിട്ടാണ് 1 ഇഞ്ച് ബാക്ക് വശത്തെ പീസ് കൊടുക്കണം കേട്ടോ. ഫ്രണ്ടും ബാക്കും അങ്ങനെ കൊടുക്കുക. എന്നിട്ട് അതിനെ സ്ക്വയറായിട്ട് വളർന്നതിന് ശേഷം നമ്മൾ ആ താഴത്തെ അളവിൻ്റെ പകുതി കേട്ടോ അതിൻ്റെ സെൻറ്റർ ലൈനിൽ വരയ്ക്കുക. അപ്പോൾ അതിന് സെൻറ്ററിൽ നിന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ എത്രയാണോ ആ മുകളിലുള്ള അളവ് അതിൽ നിന്ന് പകുതി കേട്ടോ, പകുതിയാണ് എടുക്കേണ്ടത്. അപ്പോൾ ആ ലെങ്ത്തിൻ്റെ ആ ഒരു അളവാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. മൊത്തം ലെങ്ത്തിൽ നിന്ന് അതിൻ്റെ അടിവശത്തേക്ക് നമുക്ക് മടക്കി അടിക്കാനുള്ള ഭാഗമാണ് അവിടെ കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് അവിടെ മടക്കി അടിക്കാൻ കാലിൻ്റെ മടക്ക് നമുക്ക് 1.5 ഇഞ്ച് മടക്കിനാണെന്ന് വെച്ചാൽ 1.5 ഇഞ്ച് 3 ഇഞ്ച് അളവെടുക്കുക. നമ്മളത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ നമുക്ക് മടക്കി എടുക്കുക കേട്ടോ. ചെറിയ വീതിയിൽ കൊടുക്കുന്ന ആൾക്കാരുണ്ടാവും, ചിലത് ഇത്തിരി വീതി കൊടുക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ആ ഒരു സെൻറ്ററിൽ നിന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ അല്ലേ, അവിടെയാണ് സെൻറ്റർ പിടിക്കേണ്ടത് കേട്ടോ. അവിടുന്ന് സെൻറ്റർ ആ ഒരു അളവ് എത്രയാണോ അതിൻ്റെ പകുതിയാണ്, അതിൽ നിന്നാണ് താഴേക്ക് വരയ്ക്കേണ്ടത്. അപ്പോൾ ആ താഴേക്ക് അവിടെ നിന്നുണ്ട് കറക്റ്റായിട്ട് നമ്മൾ ആ സെൻറ്ററിൽ നിന്ന് വരച്ചു പോവുക, വളയാതെ വരയ്ക്കുക കേട്ടോ. സെൻറ്ററിനെ ആവണം. എന്നതിന് ശേഷം നമുക്ക് ഇനി അഥവാ മാറുക വെച്ചാൽ നമ്മൾ ഈ പോയിൻ്റ് അളവ് എടുത്തിട്ട് താഴെയും അതേ അളവിലെടുത്താൽ അപ്പോൾ നമുക്ക് കറക്റ്റ് സെൻറ്റർ അളവ് വരും. അപ്പോൾ ഉണ്ടോ അവിടെ കറക്റ്റ് സെൻറ്റർ അളവ് വരും. ആ സെൻറ്റർ അളവ് നിന്ന് വന്നതിന് ശേഷം നമുക്ക് അവിടെ കാലിൻ്റെ വീതി എത്രയാണോ, നമുക്ക് ചിലർ 6 ഇഞ്ച് കാലിൻ്റെ അടിവശം എടുക്കുന്ന ആൾക്കാരുണ്ടാവും, ചിലപ്പോൾ 7, 8 എടുക്കാറുണ്ട്. അപ്പോൾ അതിന് എത്രയാണോ അളവിനനുസരിച്ച് ആ കാലിൻ്റെ അടിവശത്തെ ലൂസ് എടുക്കുക കേട്ടോ. 4 ഇഞ്ചാണ് ഞാൻ അവിടെ നിങ്ങൾക്ക് എടുത്തിരിക്കുന്നത് കണ്ടോ. ആ 4 ഇഞ്ച് അളവെടുക്കുക. അപ്പോൾ അതേ ആ 4 ഇഞ്ച് തന്നെ ഇപ്പുറത്തെ വശത്തേക്ക് കൊടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് വരച്ച് കൊടുക്കുക കേട്ടോ. ആ കറക്റ്റായിട്ട് ആ ഒരു വരകളൊക്കെ നമ്മളൊരു സ്കെയിൽ വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കതിനൊന്ന് വരച്ചെടുക്കാം. എന്നിട്ട് ബാക്ക് വശം നമ്മൾ 1 ഇഞ്ച് അധികം എടുത്തിരുന്നില്ല, ആ 1 ഇഞ്ച് നമ്മൾ വരച്ചിട്ട് ഞാൻ വെട്ടി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് കണ്ടോ. ആ 1 ഇഞ്ച് നമ്മൾ ബാക്ക് വശം എടുത്തപ്പോൾ ഫ്രണ്ട് വശം കയറി കൊണ്ടും ബാക്ക് വശം ഒരു വശം മാത്രമാണ് 1 ഇഞ്ച് ഇതൊക്കെ കേട്ടോ. നമ്മൾ ചുരിദാർ ഇടുന്ന ആൾക്കാരാണെന്ന് വെച്ചാൽ അതിൻ്റെ പുറകു വശം, ഫ്രണ്ടിലേക്കല്ല പുറക്. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഫ്രണ്ട് 2 വശത്തെ ഫ്രണ്ടിൽ ബാക്ക് വശത്തെ ബിന്ന് എഴുതി വയ്ക്കുക. അപ്പം നമുക്കത് ഫ്രണ്ടും ബാക്കും മാറിയില്ല. നമുക്കപ്പോൾ യോജിപ്പിക്കുമ്പോഴൊക്കെ ആ ഒരു കറക്റ്റാവും അളവ് വരും കേട്ടോ. എന്നിട്ട് എലാസ്റ്റിക് വയ്ക്കാനുള്ള അവിടെ മടക്കി അടയാളപ്പെടുത്തുക. ഈ അടിവശത്തെ കണ്ടോ അവിടെയും ആ കാലിൻ്റെ പട്ട വയ്ക്കുന്ന ഭാഗം മടക്കി അടിക്കുക കണ്ടോ. അപ്പം നമ്മൾ വെട്ടൽ കഴിഞ്ഞു. ഇനി നമുക്കത് എങ്ങനെ തയ്ക്കുക എന്നുള്ളത് നോക്കാം. അപ്പം നമ്മൾ ഫ്രണ്ടും ബാക്കും ഒക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട് വശം നമ്മൾ ആദ്യം എടുക്കുക. ബാക്ക് വശം അവിടെ മാറ്റി വെച്ചതിന് ശേഷം ആ ഫ്രണ്ട് വശം രണ്ടും കൂടി എടുത്തിട്ട് ആ ഫ്രണ്ടിൻ്റെ സെൻറ്റർ വശം നമ്മളൊന്ന് അടച്ചെടുക്കുക കേട്ടോ. ബാക്ക് വശത്തിലെ സൈഡല്ല, സെൻറ്റർ വശം ഇപ്പുറത്തെ വശം നമ്മൾ ആ ഒരു ഹിപ്പിൻ്റെ ആ ഒരു ഇറക്കല്ലേ 14 ഇഞ്ച് അതുവരെ തയ്ച്ചാൽ മതി കേട്ടോ. അടിയിലേക്ക് ഇറക്കി പോകരുത്. അത് നമ്മൾ ലാസ്റ്റാണ് അടിയിലേക്ക് ഇറക്കുക. സൈഡ് നമ്മൾ ലോങ് താഴെ വരെ അടിച്ചാലും ആ ഒരു ഇപ്പുറത്തെ വശം നമുക്ക് ആ സെൻറ്റർ വശമാണ് ചെയ്യേണ്ടത്. അതുപോലെ നമുക്ക് അപ്പുറവശം ഇതുപോലെ ബാക്ക് വശം തയ്ക്കുക കേട്ടോ. കണ്ടോ, ബാക്ക് വശം നമ്മൾ ആ ഒരു പോയിൻ്റ് കണക്കിൽ അത് തയ്ച്ച് വരിക. എന്നതിന് ശേഷം നമ്മൾ ആ ഫ്രണ്ട് വശം ബാക്ക് വശം മുകളിലേക്ക് വെച്ചതിന് ശേഷം
നമ്മൾ ആ ഒരു രണ്ടും കൂടിയും കൂട്ടിയിട്ട് അതിൻ്റെ സൈഡ് അടിച്ച് വയ്ക്കുക. ഇങ്ങനെയാണ് നമ്മൾ ഈ സൈഡിലാണ് കേട്ടോ പോക്കറ്റൊക്കെ വെക്കാറ്. പോക്കറ്റ് വെച്ചിട്ട് നമ്മൾ തയ്ക്കുന്നത് പിന്നീട് കാണിക്കുന്നതായിരിക്കും. ഇത് പോക്കറ്റൊന്നും ഇല്ലാതെ സിമ്പിളായിട്ട് എലാസ്റ്റിക് വെച്ചിട്ട് തയ്ക്കുന്ന ഒരു ഭാഗമാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. ആ സൈഡിൽ നിന്ന് കാല് വരെ പിന്നെ അടിച്ചിട്ട് വരിക കേട്ടോ. സൈഡിൽ നിന്ന് കാല് അതുവരെയും തയ്ക്കണം. അപ്പോൾ അതിന് ശേഷം നമ്മൾ ആ കാലിൻ്റെ ഇത് വയ്ക്കില്ലേ അടിവശം, ഇതാണ്ടോ ആ എലാസ്റ്റിക് വയ്ക്കുന്ന ഭാഗത്താണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. എലാസ്റ്റിക് നമ്മളെ വേസ്റ്റ് റൗണ്ട് എത്രയാണോ അതിൽ നിന്ന് ഒരു 4 ഇഞ്ചോ 6 ഇഞ്ചോ കുറയ്ക്കുക കേട്ടോ. അല്ലെങ്കിൽ ഒരുപാട് കുറച്ച് കഴിഞ്ഞാൽ കരവശം ടൈറ്റാവും. എന്നിട്ട് ഞാൻ എലാസ്റ്റിക് കൂട്ടി അടിച്ചതിന് ശേഷം അത് കൂടെ വെച്ച് ചെയ്തിരിക്കുകയാണ് കേട്ടോ. വെച്ചിട്ട് അതോട് ജോയിൻ ചെയ്തിരിക്കുകയാണ് കണ്ടോ. അങ്ങനെ എലാസ്റ്റിക് നമ്മൾ ഫുള്ളായിട്ട് വെച്ച് വയ്ക്കുക കണ്ടോ. അപ്പോൾ എലാസ്റ്റിക് വെച്ച് 1 ഇഞ്ച് ആ ഒരു 2.5 ഇഞ്ച് കൊടുത്തപ്പോൾ കണ്ടോ ആ 1 ഇഞ്ചിൻ്റെ എലാസ്റ്റിക് വെച്ചപ്പോൾ ഫിനിഷിങ് ആയിട്ടുണ്ടോ. ഇനി കാലിൻ്റെ അടിയാണ് കേട്ടോ. കണ്ടോ ആ കാലിൻ്റെ അടി നമ്മൾ 3ആയി മടക്കി വയ്ക്കുക. ആദ്യം ഒന്ന് മടക്കുക, പിന്നെ 2 പ്രാവശ്യം കേട്ടോ. 3 2 പ്രാവശ്യം മടക്കി വയ്ക്കുക. മടക്കി വെച്ചിട്ട് നമുക്കതിനെ ഇതാക്കാൻ വേണ്ട സൈഡ് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ആ ഒരു കാലൊന്ന് മടക്കി അടിക്കാം. ഈ മടക്കി അടിക്കുന്ന ഭാഗത്ത് നമ്മൾ കട്ടിങ്ങുള്ള പാൻറ്റും ഉണ്ട് കേട്ടോ. ഇതിൽ തന്നെയാണ് നമ്മളത് കട്ടിങ്ങും ചെയ്യുക. കട്ടിങ് ചെയ്തിട്ടുള്ള അടിക്കുന്നത്. കട്ടിങ്ങൊന്നും അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ചെറിയൊരു പാൻറ്റായിട്ട് അടിക്കുന്നിട്ടില്ലേ. അപ്പോൾ അത് ഈ ഒരു വശത്താണ് അത് ചെയ്യാറ്. അതല്ല ഞാനിപ്പോൾ ഒന്നിച്ച് കൂട്ടി അടിക്കണതാണ്. നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാവാനാണ് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തു തന്നാലാണ് ഇനി അടുത്തത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. കണ്ടോ അപ്പം നമ്മൾ ആ ഒരു ഭാഗമൊക്കെ അടിക്കൽ കഴിഞ്ഞു കണ്ടോ. പാൻറ്റിൻ്റെ ആ ഒരു കാലിൻ്റെ സെൻറ്റർ അടിച്ചു പോന്നു. അവിടെ നിന്ന് അടി മുതൽ ഇപ്പുറത്തെ കാല് വരെയും അടിച്ചു പോന്നു. എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ചുരിദാർ പാൻറ്റ് തയ്ച്ചത് നിങ്ങൾക്ക് ഇഷ്ടമായോ? അങ്ങനെ സ്ട്രൈറ്റ് പാൻറ്റ് കേട്ടോ. നിങ്ങളെല്ലാവരും തയ്ച്ച് നോക്കണം. നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെന്ന് വെച്ചാൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കണ്ടോ ഓക്കെ നമ്മളെ പാൻറ്റ് റെഡി. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.